ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക്. ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം അഡ്വഞ്ചർ ആയിട്ടാണ് പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ലീവാണ് എങ്കിൽ അഡ്വഞ്ചർ ആയിട്ടുള്ള പ്ലേസിൽ പോകുക, അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എവിടെയോ ഇന്ന് കറങ്ങാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ അഡ്വഞ്ചർ ആയിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ ഏർപ്പെടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഓവറോൾ ഇന്നത്തെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നല്ല ജോയ് ആയിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വർക്ക് പ്ലേസിലാണെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടും ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സക്സസ്, അബണ്ടൻറ്റ്, എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗുഡ് ന്യൂസ്, ഗ്രോത്ത്, എന്തോ നല്ല കാര്യം ഇന്ന് സംഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും നെയിം ഫ്രെയിം ലഭിക്കുന്നതായിട്ടും എന്തെങ്കിലും റെക്കഗ്നേഷൻ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഫാദർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ തോന്നുന്നതായിട്ട്, അതായത് എനിക്ക് ഈ വർഷം എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു തോട്ട്സ് വരിക. ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. കാരണം സൂര്യഭഗവാൻ മകരരാശിയിലോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം, അങ്ങനെയുള്ള തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ ഇന്നത്തെ ദിവസം പെയിൻറ്റിങ്, ക്രാഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും എനിക്ക് ഉള്ള കഴിവ് അത് ലോകത്തിനെ കാണിക്കണം എന്നുള്ള രീതിയിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ സ്റ്റാർട്ടഡ് ബിസിനസ്, എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ബിസിനസ് അവരുടെ ഐഡിയ വെച്ച് ക്രിയേറ്റീവായിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ ഇന്നത്തെ ദിവസം യോഗ ജോയിൻ ചെയ്യുക, ഡാൻസ് ചെയ്യുക, ഇല്ല എങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷൻ സെൻറ്ററിൽ, ജിമ്മിൽ പോവുക, എന്തോ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരുടെയും ദിവസം ഇന്നത്തേത് വളരെ നല്ലതായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും ഓർഡർ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് അവർക്ക് ഓർഡർ കൊടുക്കുന്നതായിട്ട്, അവരോട് വഴക്കിടുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ബോസ് നിങ്ങളോട് എന്തെങ്കിലും ഒരു തീരുമാനം പറയുകയാണെങ്കിലും നിങ്ങൾ പറയും ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, നാളെ ചെയ്യാമെന്ന്. അതായത് അതോറിറ്റിക്കായിട്ടുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട്, നിങ്ങൾക്ക് ആര് ഓർഡർ തന്നാലും നിങ്ങൾ പറയും ഇന്ന് എനിക്ക് പയ്യ, നാളെ ചെയ്യാം, ഇന്ന് എനിക്ക് മൂഡ് ശരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് വേറൊരു ദിവസത്തേക്ക് മാറ്റുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ബാഡ് ന്യൂസ് നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരിക. അതായത് ഡിവൈൻ്റെ ഇടപെടലോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുക, അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ബാക്കി എനർജി എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ചില ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവരുടെ എനർജി നോക്കുമ്പോൾ ഇവർ ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഇവരുടെ ദിവസം ഇന്നത്തെ ദിവസം പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഇതുവരെയും ചെയ്യാത്ത ഒരു കാര്യം ഇന്ന് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇവരുടെ ലൈഫിൽ അങ്ങനെ എന്തോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ നിങ്ങളുടെ പേഴ്സൺ ലോങ് ട്രാവൽസ് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവരുടെ ലൈഫിൽ ഫാമിലി മാറ്റേഴ്സ്, ഫാമിലി ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. പിന്നെ ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ ഇവരുടെ ക്രൗൺ ചക്ര വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവർ തിങ്കിങ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സണ്. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരുടെ പേഴ്സണുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ഭാര്യയുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു.
ഇവിടെ നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ മാരീഡ് ആണ് എങ്കിൽ ഇവർ മറ്റുള്ളവരുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങളെ സിറ്റുവേഷൻ കമ്പയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ ലൈഫിൽ അവർ എന്ത് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, എൻ്റെ ലൈഫിൽ എനിക്ക് എന്താ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, എപ്പോഴാണ് എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുന്നത്, അങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ സിറ്റുവേഷനുമായിട്ട് ഇവരുടെ സിറ്റുവേഷൻ കമ്പയർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം. ചില ആൾക്കാരുടെ പേഴ്സൺ അവരുടെ കാര്യങ്ങളെല്ലാം ബാലൻസിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അവരുടെ സിറ്റുവേഷൻസ് എല്ലാം ബാലൻസിൽ കൊണ്ടുവരിക, നിങ്ങളുമായിട്ട് എങ്ങനെ യൂണിയനിലാവാം അങ്ങനെയൊക്കെ ചിന്തിച്ച് അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ചെയ്യുക. അങ്ങനെ ഒരു യൂണിയൻ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയന് വേണ്ടി എന്തൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസം ചില ആൾക്കാരുടെ എനർജി. അപ്പോൾ രണ്ട് എനർജിയാണ് ഇവിടെ വന്നത്. ഒന്ന് വന്നിട്ട് ഓവർ തിങ്കിങ് ആയിട്ടുള്ള എനർജി, അതായത് മറ്റുള്ളവരുടെ സിറ്റുവേഷനും അവരുടെ സിറ്റുവേഷനും തമ്മിൽ കമ്പയർ ചെയ്യുക. സെക്കൻഡ്, എങ്ങനെയെങ്കിലും അവരുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരിക, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് എനർജിയിൽ ഏത് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യുക. കൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൺ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഞാൻ നേരത്തെ ഓവർ തിങ്കിങ് പറഞ്ഞ ആ ഒരു ആൾക്കാർ കുറച്ച് ഇമോഷണലായിട്ടിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പഴയ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും വച്ച് കമ്പയർ ചെയ്ത് നോക്കുക. അതായത് മുന്നേ നിങ്ങൾ എന്ത് നല്ല സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ഒരു എനർജി. ഇവിടെ നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അതിൽ കൂടുതലായിട്ട് മുഴുകിയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഇമോഷണൽ ആയിട്ടിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എങ്ങനെയെങ്കിലും ബാലൻസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ പേഴ്സൺ അവരുടെ ഉള്ളിലെ നെഗറ്റിവിറ്റീസ് എല്ലാം അവർ സ്വയം മാറ്റാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിലാണ് അവർ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.